എല്ലാ മച്ചന്മാർക്കും നോണീസ് വേൾഡിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 16ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ എല്ലാ മച്ചന്മാർക്കും ഹാപ്പി ക്രിസ്മസ് ഗൈസ്. ദൈവനും കൂടി ഹലോ, നിങ്ങൾക്ക് രണ്ടാൾക്ക് ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗൈസ്. പിന്നെ അങ്ങനെ കരോളൊക്കെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മൈൻ ചെയ്യലാണ് ഗൈസ്. ഇന്നലെ നമ്മൾ ഫോർച്യൂൺ 3ൻ്റെ പിക്കാക്സ് എടുത്തോണമെന്ന് അല്ല, ഒരു ഡയമണ്ട് പിക്കാക്സിൽ ഫോർച്യൂൺ 3 ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും എടുക്കുക, പിന്നെ കുറച്ച് കോൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കുറച്ച് ഡയമണ്ട് മൈൻ ചെയ്യലാണ്. അപ്പോൾ ഇവിടെ ഒരു ഡയമണ്ട് ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫോർച്യൂൺ 3 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് കുറേ കിട്ടും. അപ്പം ഇനി നമുക്കൊരു സ്റ്റോൺ കട്ടറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ലെവൽ 59 വരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ മൈനിയരയുടെ അടിയിലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ അടിയിലെത്തിയിട്ടുണ്ട്. പണി വേറെ ഗൈസ്. -34 വരെ കൊണ്ടുപോയിട്ടുള്ളൂ. നമ്മൾ -50 വരെ 59 വരെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്കിതും ഇവിടെ കുറച്ച് റെഡ് സ്റ്റോൺ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് എടുക്കുക. പിന്നെ നമുക്ക് മുകളിൽ പോയിട്ട് സ്റ്റോൺ കട്ടർ കൊണ്ടുവന്ന് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഞാൻ മുകളിലെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടിയിൽ നിന്ന് സ്റ്റോൺ കട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റേയേഴ്സ് ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടി പോകാം ഗൈസ്. പിന്നെയും അടി പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇവിടെ കുറച്ച് സ്റ്റേയേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 59 വരെ എത്തിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. ഇന്ന് ഫുൾ അപ്ഡേഷനാണ്. അല്ല, ഞാൻ ഇന്നത്തെ എയിം പറഞ്ഞില്ലേ, മറന്നു ഗൈസ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡയമണ്ട് കണ്ടുപിടിക്കൽ. ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് ഫോർച്യൂൺ 3 ചെയ്യൽ, അതാണ് ഇന്നത്തെ എയിം. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ സമയം ഉണ്ടായി നമ്മൾ അത് ഡയമണ്ട് ആർമർ ആക്കുകയും ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ചങ്ങോട്ട് കുഴിച്ചിങ്ങനെ വരികയായിരുന്നു. ഹൈ ലെവൽ ഇപ്പോൾ ഒരു 50 ഒക്കെ ആവാറായി. അപ്പോൾ നമ്മളൊരു കുഴി കണ്ടിട്ടുണ്ട്, അല്ല ഒരു കേവ് പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. വളരെ കുഞ്ഞിയതാണത്. കണ്ടില്ലേ, ഒന്നുമില്ല എന്നാണ് അതിൻ്റെ അകത്ത്. ഒന്നങ്ങോട്ട് പോയി നോക്കാം. എൻ്റെ അകത്തൊന്നുമില്ല എന്ന് തോന്നുന്നില്ല. അങ്ങോട്ട് ഉണ്ടിട്ടെന്തോ ചെറിയൊരു കുഞ്ഞൊക്കെ അങ്ങോട്ട് പോയി നോക്കാം. കുറച്ച് റെഡ് സ്റ്റോൺ ഇരിക്കുന്നുണ്ട്. ഇവിടെ മൂബ്സിൻ്റെ കൊണ്ട് കേൾക്കുന്നുണ്ട്. പിക്കാക്സ് പൊട്ടി. സ്പൈഡർ അപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്കങ്ങോട്ട് അടച്ചേക്കുക. വേറെ വല്ലതും നമ്മളെ കൊല്ലും ഗൈസ്. കാരണം നമുക്കത്ര ഇതൊന്നുമില്ല. അയ്യോ, ഇത് പൊളിക്കപ്പോൾ ഇത് പൊളിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. റെഡ് സ്റ്റോൺ പൊളിക്കാൻ ഇതില്ല ഗൈസ്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇനി ബാക്കി മൈൻ ചെയ്യട്ടെ ഗൈസ്. അല്ല ഗൈസ്, എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മുടെ കയ്യിൽ ഫോർച്യൂൺ 3 പിക്കാക്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് നമുക്ക് ഇതെടുക്കാവുന്നതുള്ളൂ. എൻ്റെ അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും അവിടെ റെഡ് സ്റ്റോൺ കണ്ടു. അപ്പം ഇതങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കുക. കുറേ കിട്ടുന്നുണ്ട്. ഡയമണ്ട് പിക്കാക്സ് സീനാട്ടോ. എഫിഷ്യൻസി നല്ല
എഫിഷ്യൻസി 4 ആയതുകൊണ്ടാണ് ഇത്ര ഇതിൽ വർക്കാവുന്നത്. ഇത് സ്പീഡാന്ന് നോക്കിയേ. ഇത് സ്റ്റോൺ പിക്കാക്സ്, ഞാൻ വ്യത്യാസം കാണിച്ചു തരാം. ഇത് സ്റ്റോൺ പിക്കാക്സ്, ഇത് ഡയമണ്ട് പിക്കാക്സ് എഫിഷ്യൻസി 4. ഉണ്ടാ സുഖമായി പൊട്ടുണ്ട്. പിക്കാക്സ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ എഫിഷ്യൻസി 5ൻ്റെ അവസ്ഥ ചെയ്യും. ഇതും കൂടി ഒന്ന് എടുക്കുക. കുറേ ഉണ്ടല്ലോ, ഈ ഒരു ലെവലിൽ കുറേ റെഡ് സ്റ്റോൺ ഉണ്ടെന്ന്. ഇത് കുറേ ഉണ്ടല്ലോ. ബെഡ് റോക്ക്. അപ്പോൾ ഇനി ബാക്കിയൊന്ന് സെറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കേസ് അപ്പോൾ അങ്ങനെ നമ്മൾ വൈ ലെവൽ 50 എത്തിൻ്റെ അല്ല 59 എത്തിൻ്റെ ബെഡ് റോക്ക് ഇരിക്കുന്നു. ബെഡ് റോക്ക് പൊട്ടിക്കാൻ പറ്റില്ല കേസ്. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അതിപ്പോൾ എനിക്കും അറിയാം, എല്ലാവർക്കും അറിയായിരിക്കുന്നു. ഏത് അപ്പോൾ നമുക്കിനി ഡയമണ്ട് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രിപ്പ് മൈൻ ചെയ്യേണ്ടത് ആണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഭാഗം ചൂസ് ചെയ്യുക. ഇത് കുറേ നേരം മൈൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഡയമണ്ട് കിട്ടേണ്ടത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞുതരാം ഗൈസ്. നമ്മൾ ഇങ്ങനെ മൈൻ ചെയ്യുമ്പോൾ ദൂരെ നിന്ന് വേണം മൈൻ ചെയ്യാൻ. കാരണം ഇപ്പം ഇങ്ങനെ മൈൻ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ലാവുമെന്ന്. പെട്ടെന്ന് ലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞോടാം, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് വയ്ക്കുക. അല്ലെങ്കിൽ അടുത്താവുമ്പോൾ പെട്ടെന്ന് ലാവ് നമ്മുടെ മേത്ത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു ടിപ്പാണ് ഗൈസ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വരുന്ന വഴിയിൽ ഇവിടെ നമുക്ക് ഈ റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. റെഡ് സ്റ്റോൺ ഒക്കെ നമുക്കൊന്ന് എടുക്കാം. കുറച്ചുള്ളതാണ് അല്ല കേട്ടോ, കുറച്ചധികം ഉണ്ട്. അത്രയും കൂടി മൈൻ ചെയ്തപ്പോൾ 51 5 മുമ്പ് കിട്ടിയാണ് ഗൈസ്. അപ്പോൾ ബാക്കി കൂടി മൈൻ ചെയ്യാം. അപ്പോൾ ഗൈസ് പിന്നെ റെഡ് സ്റ്റോൺ, ഈ റെഡ് സ്റ്റോൺ കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. കാരണം കുറേ നേരം റെഡ് സ്റ്റോൺ കുറേ ഉണ്ടാവും. ഇതൊന്നും റെഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗോൾഡ്, പിന്നെ ഈ മുകളിലത്തെയും കൂടി ഇവിടെ പിന്നെയും ഒരു ഗോൾഡും കൂടി ഉണ്ട്. ഞാൻ റെഡ് സ്റ്റോണൊന്നും കിട്ടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാനില്ല. കാരണം റെഡ് സ്റ്റോൺ ഈ വഴിയിൽ കുറേ ഉണ്ടാവും. ഗോൾഡ് എന്തോരം കിട്ടി? റെഡ് സ്റ്റോൺ 2 സ്റ്റാക്ക് കഴിഞ്ഞു. ഗോൾഡ് 11 കിട്ടി. 4 പൊട്ടിച്ചപ്പോൾ 11, 5 പൊട്ടിച്ചപ്പോൾ 11 കിട്ടി. അതാണ് ഫോർച്യൂൺ 3ൻ്റെ പ്രത്യേകത. 24 എങ്ങാണ്ട് വേണം. 24 ഡയമണ്ട് എങ്ങാണ്ട് വേണം ഫുൾ ഡയമണ്ട് ആർമർ ആവാൻ. അപ്പോൾ വേഗം ആക്കാം ഗൈസ്. ഗൈസ് ഇവിടെ ലാവുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ഇത് വീണ്. നേരത്തെ ഇത് പൊട്ടിക്കുമ്പോൾ ഈ മറ്റേ മുകളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഡ്രോപ്പ് വെള്ളം പോലെ വീഴി. അതേമാതിരി ഡ്രോപ്പ് ലാവ് വീഴുണ്ടായിരുന്നു. ലാവിൻ്റെ പറഞ്ഞില്ല. എനിക്കിവിടെ ഒരു അപ്പോൾ ഈ സ്ഥലത്തിന് മൈൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാനൊക്കെ ഇവിടെ എത്തി. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കാം. അപ്പം ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പം ഇനി ഈ ഭാഗത്തേക്ക് മൈൻ ചെയ്തിട്ട് അപ്ഡേറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ചധികം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഡയമണ്ട് കിട്ടി. ഇത് എത്ര ഉണ്ടെന്ന് ഇപ്പോൾ 3 ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് പിന്നെ ഇല്ല. ഇപ്പം എത്ര കിട്ടി? 7 കിട്ടി. അപ്പോൾ ഇനി ബാക്കിയും കൂടി മൈൻ ചെയ്യട്ടെ ഗൈസ്. ഇനി ബാക്കിയും കൂടി റോഡ് 2 മൈൻ.
ഓക്കെ, അവിടുന്ന് ഡയമണ്ട് കിട്ടിയ അവിടത്തുനിന്ന് ഇത്തിരി കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് അയ്യ ഉണ്ട്, അതിനെടുക്കാം. ഒരെണ്ണമുള്ളതെന്ന് തോന്നുന്നു. ഒരെണ്ണമുള്ള കേസ്, ഒരെണ്ണമുള്ള ലക്കില്ലേ. അപ്പോൾ ഞാൻ ബാക്കിയും കൂടി മെനയട്ടെ ഗൈസ്. ഇവിടെയും ലാവിൻ്റെ ഇതിവിടെ ഉണ്ട് ലാവിൻ്റെ. അതുകൊണ്ട് അടുത്ത ഡയറക്ഷൻ പിടിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ബ്ലോക്ക് വയ്ക്കുക. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പിന്നെ ഇങ്ങോട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റേ വഴി ചൂസ് ചെയ്തിട്ട് ഇങ്ങനെ റെഡ് സ്റ്റോൺ ഉണ്ടായിരുന്നു. റെഡ് സ്റ്റോൺ എടുക്കുമ്പോൾ ഈ ഇത്ര അധികം ഉണ്ടായിരുന്നു. ഞാൻ ഡയമണ്ട് ചേച്ചി വെച്ചപ്പോൾ ഇത് 2 റെഡ് സ്റ്റോൺ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചു. എന്നിട്ട് ഒരെണ്ണം കൂടി കൈ തെറ്റിപ്പോയി. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നു. ഏതായാലും അതെനിക്ക് കിട്ടാനുള്ളത് അതോ 2 ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കിത് എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പേടിച്ച് മനുഷ്യൻ ഇത് ഓന് ലാവ് ഉണ്ടാവുന്നു. കാരണം ഇത്ര അധികം ഡയമണ്ടുള്ള സ്ഥലത്തൊക്കെ എന്തായാലും ലാവ് ഉണ്ടാവും. ആ ഫ്ലോ ഒന്ന് അടയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും നമ്മൾ ആ ഡയമണ്ട് എടുത്തിട്ടാണ് പോണത്. ഭാഗ്യം കേട്ടോ. ഇത് പൊട്ടിച്ച വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഭാഗ്യം കിട്ടി. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അവിടെ. 13 പക്ഷെ അതിൽ നിന്ന് ഒരെണ്ണം കിട്ടിയുള്ളൂ. ഇത് പൊട്ടിച്ച എന്തായാലും വരും, കാരണം ഒഴുകുണ്ട്. ഇനി അതെങ്ങനെ എടുക്കുക? അപ്പോൾ നമ്മൾ ആ ഒരു ഡയമണ്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 എണ്ണം കണ്ട് കിട്ടി. കാരണം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കി പോയി കേസ്. എന്നിട്ട് ആ ലാവയുടെ ഇത് കണ്ടുപിടിച്ചു. അവിടെ ഒരു കേവൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അടച്ചു മുട്ടി. എന്നിട്ട് പിന്നെ ആ കോർഡിനേറ്റ്സ് നോക്കിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ആ ലാവയുടെ ഇത് മുഴുവൻ അടച്ചു കളഞ്ഞു കേസ്. എന്നിട്ട് അത് പോയി എടുത്തു. അപ്പോൾ അത് കിട്ടി. അപ്പോൾ ഇനി ഞാൻ ബാക്കി ഡയമണ്ട് മൈനിങ് ചെയ്യട്ടെ. ഇവിടെ ആകെ കോലാഹലമായി. നമുക്കിനി അടുത്ത റൂട്ട് പിടിക്കാം. അപ്പോൾ ഞാൻ അടുത്ത റൂട്ടിൽ മൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് പിന്നെ ഇത്ര ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് എടുക്കുമ്പോൾ എത്ര കിട്ടി നോക്കാം. 12 എണ്ണം കിട്ടി ഗൈസ്. വീട്ടിലവിടെ 13 എണ്ണം കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 13. അപ്പോൾ നമുക്ക് 25 എണ്ണം കിട്ടി. ഫുൾ ഡയമണ്ട് ആർമർ എണ്ണം ഉള്ളതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര എണ്ണം മതി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ മൈൻ ചെയ്ത് കാലിയുണ്ടായിരുന്നു ഈ പെട്ടിയെന്ന് പറഞ്ഞു ഗൈസ്. പിന്നെ നമുക്ക് ഇതെടുക്കാം. ഇവിടെ 15 വേണ്ട, 15 ആകുമ്പോൾ 27 എണ്ണമായി. അപ്പം ഇനി ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്സ്. പിന്നെ നമ്മുടെ കയ്യിൽ 3 എണ്ണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇത് അപ്പോൾ അങ്ങനെ നമ്മൾ ഗൈസ് ഫുൾ ഡയമണ്ട് ആർമറായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇത് നമുക്കിതിൽ എത്തിക്കാം. അപ്പോൾ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമറായിട്ട് 3 ഇതും കൂടി ബാക്കിയുണ്ട്. അത് വെച്ച് നമുക്കൊരു സ്വേർഡ് ഉണ്ടാക്കാം. ഒരു സ്വേർഡും പിന്നെ ഒരു ഷവലും ഉണ്ടാക്കാം. ആക്സ് നമുക്ക് പിന്നെ ഡയമണ്ട് കിട്ടുമ്പോൾ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ബാക്കി അതും കൂടി ഉണ്ടാക്കുക. പിന്നെ ബാക്കി ഇതിന് ബാക്കി ഇതിൻ്റെ അകത്ത് കയറ്റിക്കുക. ഓക്കെ ഗൈസ്.
ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വേൾഡിൽ മുഴുവൻ ഡയമണ്ട് ആർമർ അതിൻ്റെ ഭംഗിയിൽ കാണാൻ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ ഗൈസ്.